നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ദ ഏജ് ഓഫ് ചൗസറിന്റെ കാലഘട്ടം, അതുപോലെ തന്നെ ദ ഏജ് ഓഫ് റിനൈസൻസ്. ചൗസറിന്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1350 മുതൽ 1400 വരെയുള്ള കാലഘട്ടം. അതിൽ ചൗസറിന്റെ പ്രധാനപ്പെട്ട ലിറ്റററി വർക്ക്സ് എന്തൊക്കെയാണ്, ചൗസറിന്റെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ചില സമ്മറി മാത്രമാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ദ ഏജ് ഓഫ് റിനൈസൻസിൽ 1550 1660 കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, റിനൈസൻസ് കാലത്തുണ്ടായ പോയറ്റുകൾ ആരൊക്കെ, പ്രത്യേകിച്ച് സ്പെൻസറിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു സമ്മറി. കൂടുതൽ ഡീപ്പായിക്കൊണ്ട് നമ്മൾ പോകുന്നില്ല, ചെറിയൊരു സമ്മറി മാത്രമാണ് ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത്. ചൗസറിനെ പറ്റി പറയുകയാണെങ്കിൽ, ജോഫ്രെ ചൗസർ ഈസ് നോൺ ആസ് ഈസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ചൗസർ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക്, ഫസ്റ്റ് ഗ്രേറ്റ് ലാൻഡ്മാർക്ക് എന്ന് തന്നെ പറയാം ചൗസറിനെ പറ്റിയിട്ട്. Chaucer is the first great landmark in English literature. Chaucer was born in London. ലണ്ടനിലാണ് ജനിച്ചത്. Under the services of the Duchess of Clarence, served abroad as a soldier, was captured and ransomed, and then entered the royal services. In succession, he served 3 kings. രാജാവിൻ്റെ കീഴിൽ കൊട്ടാരത്തിൽ ഒരുപാട് സർവീസൊക്കെ ചെയ്തിരുന്നു. ക്ലർക്കിൻ്റെ വർക്കുകൾ, കൊട്ടാരത്തിൻ്റെ ഓഫീസിലെ വർക്കുകളൊക്കെ ചെയ്തിരുന്നു. കൂടാതെ അബ്രോഡിൽ വിദേശ പര്യടനങ്ങൾ, സോൾജർ ആയിക്കൊണ്ടൊക്കെയുള്ള, പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ, വിദേശ സ്ഥലങ്ങളിലൊക്കെ പട്ടാളമായിക്കൊണ്ട്, സോൾജർ ആയിക്കൊണ്ടുള്ള സർവീസും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട 3 രാജാക്കന്മാരെ കീഴിൽ, ഒന്ന് എഡ്വാർഡ് മൂന്നാമൻ്റെയും, അതുപോലെ തന്നെ റിച്ചാർഡ് സെക്കൻഡിൻ്റെയും, ഹെൻറി ഫോർത്ത്, ഇങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ കീഴിൽ വിദേശ പര്യടനങ്ങളിൽ സോൾജറായിക്കൊണ്ടും മറ്റു അവരുടെ കൊട്ടാരത്തിലെ ക്ലർക്കിൻ്റെ വർക്കുകളൊക്കെ ചൗസർ ചെയ്തിരുന്നു. He seems to have prospered for a large amount of royal favor. ഇതുകൊണ്ട് തന്നെ ഇതുമായി കൊണ്ട് അല്ലെങ്കിൽ രാജാവിൻ്റെ ആ ഒരു സർവീസ് ചെയ്ത കാരണത്താൽ, കൊട്ടാരത്തിലുള്ള സർവീസൊക്കെ കാരണത്താൽ അയാൾക്ക് നല്ലൊരു സ്വാധീനം, ഇൻഫ്ലുവൻസ് രാജാവിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് he was buried in what came to be known as the Poets' Corner of വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേയിൽ, പോയറ്റ്സിൻ്റെ ഒരു കോർണറിലാണ് അയാൾ മറവ് ചെയ്യപ്പെട്ടത്. അപ്പം അത്രത്തോളം ലാർജ് ലെവലിൽ അയാൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് റോയൽ ഫേവർ കിട്ടിയിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഇതാണ് വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേ. ചൗസർ lived in an age, ഒരു കാലത്താണ് ചൗസർ ജീവിച്ചത്, which was epoch making in religious, social and political planes. The victories of the English army in the continent made Calais an English colony and the nation prosperous. The disasters which came after the victories helped in ripening the English mind. Under these circumstances, Chaucer is the perfect exponent of his age. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കീഴടക്കി വിജയങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ആർമി. ആ കോണ്ടിനെൻറ്റിൽ, യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ വ്യത്യസ്തങ്ങളായ വിജയങ്ങളും ഒരുപാട് ഇംഗ്ലീഷ് കോളനികളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ ചൗസർ അവർ ചെയ്ത പ്രവർത്തനം എന്നുള്ളത് ഈസ് ദി പെർഫെക്റ്റ് എക്സ്പെണൻ്റ് ആയിരുന്നു. He has painted with great fidelity the body and soul of the society of his time. His poetry reflects the 14th century not in fragments but as complete whole. 14ാം നൂറ്റാണ്ടിലുള്ള ആ ഒരു ഇതിനൊക്കെ മൊത്തം റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ചൗസറിൻ്റെ കവിതകൾ എന്നുള്ളത്. പറഞ്ഞു വരുന്നത്
ചൗസർ സോൾജർ ആർമി ലെവലിലൊക്കെ വളരെ സംഭാവനകൾ, ഇംഗ്ലീഷ് ആർമിയിലൊക്കെ വളരെ സംഭാവനകൾ ചെയ്തിരുന്നു എന്നതിനപ്പുറം അയാളുടെ പോയട്രി, ദി റെപ്രസെൻറ്റേറ്റീവ് പോയറ്റായിരുന്നു. അവരുടെ ആ ഒരു സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ കവിതയിലൂടെ തുറന്നു കാണിച്ചിരുന്നു ചൗസർ. അതുകൊണ്ട് തന്നെ ദി റെപ്രസെൻറ്റേറ്റീവ് പോയറ്റ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നത്. He is the most comprehensive soul, and he takes a full view of the wide and variegated life of his times. As കോംപ്റ്റൺ റിക്കറ്റ് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ്, ചൗസർ എന്നുള്ളത് സിംബോളിസ്റ്റ് ആസ് നോ അതർ റൈറ്റർ ഡസ്. ഒരാളും ചെയ്യാത്ത രൂപത്തിൽ ചൗസർ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഏജിന് അത്രമാത്രം സിംബോൾ ചെയ്തിട്ടുണ്ട്. He stand in much the same relation to the life of his time as Pope does to the earlier phase of the 18th century and Tennyson to the Victorian era, and his place in English literature is even more important than theirs. മറ്റു പലരും ചെയ്തതുപോലെ തന്നെ ചൗസറും നല്ല രൂപത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഇയാളുടെ കവിതയിലൂടെ കൊണ്ടുവന്നുകൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാലോ മറ്റുള്ളവർ ചെയ്തതിനേക്കാളും ഒന്നും കൂടി ഉഷാറായിക്കൊണ്ട് ഈ വിഷയത്തിൽ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ആ കാലത്തുള്ള സംഭവങ്ങളൊക്കെ ഇയാളുടെ കവിതയിൽ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ഏജിന്റെ ഫസ്റ്റ് പോയറ്റ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ചൗസറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത്. ലൈക്ക് ഡാന്റനെ പോലെ ചൗസറും എന്തായിരുന്നു, മിഡിൽ ഏജിന്റെയും റിനൈൻസൻസ്, ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന റിനൈൻസൻസിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിരുന്നു ആര്, ചൗസർ എന്നുള്ളത്. കാരണം മോഡേൺ വേൾഡ് ഹാഡ് ബിഗൺ ടു അസേർട്ട് ഇറ്റ് സെൽഫ്, ദി മിഡീവൽ വേൾഡ് ഹാഡ് ബൈ നോ മീൻസ് പാസ്ഡ് അവേ. കാരണം ഒരു മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മിഡീവൽ വേൾഡ് എന്നുള്ള ഇല്ലാതാവുമല്ലോ. പക്ഷെ മിഡീവൽ വേൾഡിൽ നിന്ന് മോഡേൺ, അതായത് റിനൈൻസൻസ് അല്ലെങ്കിൽ മോഡേൺ ഏജിലേക്ക്, മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കുന്ന ഒരു പാലം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിരുന്നു ആര്, ചൗസർ. സൈഡ് ബൈ സൈഡ് ദേ സ്റ്റുഡ് ദ ഓൾഡ് ആൻഡ് ദി ന്യൂ. നമ്മളവിടെ എന്തായാലും പറയും, മറ്റേത് ഓൾഡ് ആണ്, ഇത് ന്യൂ ആണ്. ചൗസർ രണ്ടിനെയും കൂടി റെപ്രസെന്റ് ചെയ്ത ആളായിരുന്നു ചൗസർ. കാരണം മിഡീവൽ എന്നുള്ള ഓൾഡായി മാറി, പിന്നെ പുതിയതായി, പിന്നെ മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ അത് ന്യൂ ആയി മാറി. അപ്പോൾ രണ്ടിനെയും റെപ്രസെന്റ് ചെയ്ത, അതുപോലെ തന്നെ ഹീസ് റൊമാൻറ്റിക് ആയ, അതിനപ്പുറം റിയലിസ്റ്റിക്കും കൂടി ആയിരുന്നു. നമ്മളിനിപ്പോൾ ഇതിൻ്റെ ഇനി മുന്നോട്ടുള്ള ചർച്ചയിലൊക്കെ നമ്മൾ വിശദമായിക്കൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് പറയും. റിയലിസം എന്നുള്ളത് ചൗസറിന്റെ കവിതയിൽ നിയലിച്ചിരുന്നു, റിയലിസം. അതുപോലെ തന്നെ ഹീസ് മോഡേൺ എമംഗ് മിഡീവൽ എമംഗ് മോഡേൺ. അത് ഭയങ്കര ഒരു വിഷയമാണ്. അയാൾ മിഡീവൽ ആയിരുന്നിട്ട് പോലും അതിലും ഒരു മോഡേൺ ആയിരുന്നു. എന്നാൽ മോഡേണിന്റെ ഇടയിൽ അയാൾ എന്തായിരുന്നു, ഒരു മിഡീവൽ ആയിരുന്നു. ഹീസ് എ ചൈൽഡ് ഓഫ് ലൈറ്റ്, നോട്ട് മിയർലി ഓഫ് ട്വലൈറ്റ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് താഴെ പറഞ്ഞത്, ചൗസർ ഈസ് ദി ഏർലിയസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് മോഡേൺസ്. ഗ്രേറ്റ് മോഡേൺസിന്റെ ഇടയിൽ ഏർലിയലായി നേരത്തെ വന്ന ആളാണ് ആര്, ചൗസർ. അതാകുമ്പോൾ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ റിയലിസം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ചൗസർ ഡിഡ് ഫോർ ഇംഗ്ലീഷ് പോയട്രിക്ക് വേണ്ടി ചൗസർ ചെയ്ത വലിയൊരു കാര്യമാണ് വാസ് ടു ബ്രിങ് എ ഹെൽത്തി റിയലിസം ടു ഇറ്റ്. ഹെൽത്തി റിയലിസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നത് ചൗസർ ആയിരുന്നു. ഹി ബ്രോഡ് പോയട്രി ടു നേച്ചർ ഓർ റിയാലിറ്റി. നമ്മുടെ നാച്ചുറായിട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് വെറുതെ ഒരു ഡ്രീം ലോകത്ത് എഴുതുന്നതിനപ്പുറം നാച്ചുറുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് എഴുതിയ ആളായിരുന്നു ആര്, ചൗസർ. ഹി വാസ് ദി ഫസ്റ്റ് പോയറ്റ് ആയിരുന്നു ഹു റിവീൽഡ് ദി ട്രൂത്ത് അബൌട്ട് ലൈഫ്. ജീവിതത്തെ പറ്റിയുള്ള ട്രൂത്തിനെ മനസ്സിലാക്കി കൊടുത്ത എസ് ഹി സോ ഇറ്റ്. അയാൾ കണ്ടതുപോലെ, അല്ലാണ്ട് വെറുതെ ഒരു ഡ്രീമോ ഒന്നുമല്ല. അയാൾ കണ്ടത് ബിഫോർ ഹിം. ഇതിനു മുമ്പുള്ള ഇത് റൈറ്ററൊക്കെ ചെയ്തിരുന്ന എന്താണ്, വെറും ഡ്രീമിങ് ആൻഡ് വീവിങ് അലഗറീസ്, വെറും സാങ്കല്പിക ഇമാജിനറി ഒക്കെയാണ് ചെയ്തിരുന്നതെങ്കിൽ ചൗസർ ഇവിടെ ചെയ്തത് അയാൾ എങ്ങനെയാണോ ജീവിതത്തെ കണ്ടത് അത് ഇയാളുടെ കവിതയിലും കൊണ്ടുവന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹി ഡിഡ്ന്റ് റെക്കോർഡ് ദി സൂപ്പർഫിഷ്യൽ വ്യൂ ഓഫ് ലൈഫ് ഓഫ് ഹിസ് ഓൺ ഡേ. അത് സൂപ്പർഫിഷ്യൽ ആയിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ല.
സൂപ്പർഫിഷ്യലായിട്ട് കൂടുതൽ ഇമാജിനറി ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഡ്രീംസ് ഒക്കെ കൊടുത്ത് അവതരിപ്പിക്കുന്നതിന് പകരം ഇയാൾ എങ്ങനെയാണോ ജീവിതത്തെ കണ്ടത്, റിയലായിട്ട് കണ്ടത്, ആ റിയലിസത്തെ കൃത്യമായി കൊണ്ട് അവതരിപ്പിക്കാൻ ചൗസർ ശ്രമിച്ചിരുന്നു. ഹിസ് അക്വറ്റൻസ് വിത്ത് ലൈഫ് വാസ് വൈഡ് ആൻഡ് കോംപ്രഹെൻസീവ്. അതുകൊണ്ട് തന്നെ ജീവിതവുമായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ, ജീവിതം, ലൈഫ്, അതാണ് ഈ ചൗസറിന്റെ റിയലിസം എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചത്. റിയലിസത്തോട് കൂടുതൽ അടുത്തു കവിത എഴുതിയ വലിയൊരു കവിയായിരുന്നു ചൗസർ. ബിക്കോസ് ഓഫ് ദി കത്തോലിക് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹി പെയിന്റഡ് ലൈഫ് ആസ് ഹി സോ ഇറ്റ്. അയാൾ എന്ത് ചെയ്തു, ജീവിതത്തെ എങ്ങനെ കണ്ടു അതേപോലെ അതിനെ അവതരിപ്പിച്ചു. ആൻഡ് സോ ഇറ്റ് minutely. That is epoch has become a vivid epoch of history comparable even to the age of Shakespeare. Chaucer എന്നുള്ളത് was a man of the world, mixing freely with all types of mankind, and he used his opportunities to observe the little peculiarities of human nature. മനുഷ്യന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള മാൻകൈൻഡിന്റെ എല്ലാത്തിനും ഫ്രീ ആയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരാളായിരുന്നു മാൻ ഓഫ് ദി വേൾഡ്. ഹി ഹാഡ് ദി ഷാർപ്പ് ഐ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ, റെറ്റൻറ്റീവ് മെമ്മറി ഉണ്ടായിരുന്നു, ദി ജഡ്ജ്മെന്റ് ടു സെലക്ട്, ഏത് വിഷയത്തെ പറ്റിയും ജഡ്ജ്മെന്റ് ചെയ്തിരുന്നു, and the capacity to expound. Thus his description is very real and brilliant. അവിടെ അതാണ് നമ്മളെ പോയിന്റ്. അയാളുടെ ഈ വിഷയത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഈസ് വെരി റിയൽ ആയിരുന്നു, അതിനപ്പുറം ബ്രില്യൻറ്റുമായിരുന്നു. വെറുതെ എന്തെങ്കിലും പറയലല്ല, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവതരിപ്പിച്ചത്. അതും നല്ല രൂപത്തിൽ വളരെ ബ്രില്യൻസോട് കൂടെ അവതരിപ്പിച്ച ആളായിരുന്നു ആര്, ചൗസർ എന്നുള്ളത്. ചൗസർ ഡിസ്ക്രിപ്റ്റീവ് പവർ, ചൗസറിൻ്റെ ആ ഡിസ്ക്രിപ്റ്റീവ് പവർ എന്നുള്ളത് ഭയങ്കരമാണ്. ചൗസർ ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റ് പെയിന്റർ ആയിരുന്നു ഇൻ വേർഡ്സ്. വാക്കുകളിലൂടെ പെയിന്റ് നടത്തിയിരുന്നു. ഹിസ് എയിം ഇൻ റൈറ്റിംഗ് വേഴ്സ്, പദ്യങ്ങൾ എഴുതുമ്പോൾ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു അറിയോ, വൺ മേ സേ പറയണം, ഈവൻ ഹിസ് സോൾ എയിം വാസ് പോയട്രി ഫോർ ഇറ്റ്സ് ഓൺ സേക്ക്. അതായത് അയാളുടെ ലക്ഷ്യം എന്ത് മാത്രമുള്ളൂ, കവിത എന്നുള്ള. ഹിയർ നോ വിഷ് ടു ഇൻഫ്ലുവൻസ് ഹിസ് കോണ്ടംപററീസ്, അയാളുടെ ഒന്നിച്ചുള്ള സമകാലികരെ അതിൽ സ്വാധീനിക്കണമെന്നോ അല്ലെങ്കിൽ നോട്ട് ടു റിഫോം മോറൽസ്, ഒരുപാട് മോറൽസ് അതിലുള്ള മൊറാലിറ്റികൾ ഉണ്ടാക്കണമെന്നോ വാല്യൂസ് ഉണ്ടാക്കണമെന്നോ അയാൾക്ക് താല്പര്യം. അയാളുടെ താല്പര്യം കവിത തന്നെ ആയിരിക്കണം. നോട്ട് ടു ഇവോൾവ് എനി സിസ്റ്റം ഓർ ഫിലോസഫിനെ അതിൽ കൊണ്ടുവരണമെന്നോ അതൊന്നും അയാൾ ഉദ്ദേശമില്ല. അയാൾ എന്തേ ഉള്ളൂ, വാസ് പോയട്രി ഫോർ ഇറ്റ്സ് ഓൺ സേക്ക്, ഒറ്റ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതായത് അതുകൊണ്ട് കൂടുതൽ ഫിലോസഫി കൂട്ടിച്ചേർത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മറിച്ച് എന്താ ഉണ്ടായില്ല, അയാളുടെ റിയാലിറ്റികൾ മാത്രം അതിൽ കൊണ്ടുവന്നുകൊണ്ട് ഹി ഹാഡ് സെറ്റ് ബിഫോർ ഹിംസെൽഫ് ആൻ ആർട്ടിസ്റ്റിക് ഐഡിയൽ ആൻഡ് നോയിങ് ഹൗ ക്രൂഡ് were the attempts of his predecessors. He applied himself heart and soul to its fulfillment. അയാൾ മുൻപുള്ള ആളുകൾ എങ്ങനെ ചെയ്തോ അതൊന്നുമല്ല ഇയാളവിടെ നടപ്പിലാക്കിയത്. മറിച്ച് ഇയാൾ തന്നെ ചൗസറിനെ തന്നെ എന്ത് ചെയ്തു, ചൗസർ അദ്ദേഹത്തെ തന്നെ അയാളെ തന്നെ ആ ചൗസർ അവരെ തന്നെ എന്ത് ചെയ്തു, ഒരു സ്വയം ഞാൻ എന്തു പറയുന്നു അതന്നെ ഇതിലുള്ള മൊറാലിറ്റി ആക്കിക്കൊണ്ടൊക്കെ അവതരിപ്പിച്ചു. അല്ലാതെ മറ്റുള്ളവരിൽ ഫിലോസഫികൾ കടമെടുത്തുകൊണ്ടോ ഒന്നുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഹി അപ്ലൈഡ് ഹിംസെൽഫ് ആൻഡ് ഹാർട്ടും സോൾ ടു ഇറ്റ്സ് ഫുൾഫിൽമെന്റ്. ജോസഫ് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, അതും ഭയങ്കര മറ്റു ക്രിറ്റിക്സ് നിരൂപകരൊക്കെ അംഗീകരിച്ച അല്ലെങ്കിൽ പ്രശംസിച്ച വലിയൊരു ആർട്ടായിരുന്നു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ചൗസറിന്റെ. He has been called one of the or four great storyteller of the world. ലോകത്തുള്ള അല്ലെങ്കിൽ മൂന്നിൽ ഒരാളോ അല്ലെങ്കിൽ നാലിൽ ഒരാളോ ആയ ഒരാളായിട്ട് അറിയപ്പെടുന്ന ആളാണ് സ്റ്റോറി ടെല്ലറിന്റെ വിഷയത്തിൽ ചൗസർ എന്നുള്ളത്. ഹി യൂസ് റൊമാൻസ് ഉപയോഗിച്ചിരുന്നു, അതിൽ ആൻഡ് അഡ്വഞ്ചർ സ്റ്റോറീസ് ഉണ്ട്, ഷിവാർലിക് ടൈൽസ് ഉണ്ട്, ബേസ്ഡ് ഫാബിൾസ് ഉണ്ട്, സ്റ്റോറീസ് ഓഫ് സാൻ, അതായത് യോദ്ധാക്കള് കഥകൾ, അതുപോലെ തന്നെ സന്യാസിമാരുടെ കഥകൾ, എക്സാംപ്ലറി സ്റ്റോറീസ് വിത്ത് എ മോറൽ, എക്സാംപ്ലറി ആയിട്ടുള്ള കവിതകളല്ല കഥകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് ടൈൽസുകൾ ആരുണ്ട്, ചൗസറിൻ്റെതായിട്ടുണ്ട് സ്റ്റോറി ടെല്ലിംഗ്. വാട്ട് എവർ ടൈപ്പ് ഹി ചൂസ്, എന്ത് സെലക്ട് ചെയ്താലും ഹി ഗിവ്സ് ഹിസ് ഓൺ ടച്ച് ഓഫ് ജീനിയസ് ടു ഇറ്റ്. അതാണ് വളരെ വലിയ പോയിന്റ്. എന്താണ് അതിലൊക്കെ എന്തായാലും ഹിസ് ഓൺ ടച്ച് ഓഫ് ജീനിയസ് അതിൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ്.
അവരുടേതായ അദ്ദേഹത്തിന്റെ എന്തുണ്ട്, ഒരു ജീനിയസ് ടച്ച് അതിലൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹി ട്രാൻസ്ഫോംസ് ദ ഓൾഡ് ടൈൽസിന് എന്തായിരുന്നു ഒന്നുകൂടി ഇൻടു സംതിങ് യുണൈക്ക് ആൻഡ് ഫ്രഷ് ആയിട്ട് അവതരിപ്പിച്ചു. പഴയ കഥകളൊക്കെ ആയിരിക്കും, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ ചെയ്ത് സംതിങ് യുണൈക്ക് ആയിക്കൊണ്ടു അതിൽ തന്നെ ഫ്രഷ് ആയിട്ടും അവതരിപ്പിച്ചു. ചൗസർ എന്നുള്ള ദി സ്റ്റോറി ടെല്ലർ. ചൗസറിന്റെ ഹ്യൂമറും നമ്മൾ കോമിക്കൊക്കെ പറയാലോ, അതൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ചൗസർ ഈസ് ആൻ ഇംഗ്ലീഷ് ഹ്യൂമർ ആയിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ദ വിറ്റ് ഓഫ് ഫ്രഞ്ച്മാൻ്റെ വിറ്റ് അല്ലോട്ടോ ഉദ്ദേശിച്ചത്. ചൗസറിന്റെ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ബോൺ ഓഫ് സ്ട്രോങ് കോമൺ സെൻസ് ഉണ്ടായിരുന്നു, ആൻഡ് ജനറസ് സിമ്പതി ഉണ്ടായിരുന്നു, അനുകമ്പാപൂർവമായ അല്ലെങ്കിൽ ജനറസ് സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് ആർ ദി ക്വാളിറ്റീസ് ഓഫ് ദി ഗ്രേറ്റ് ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ് ലൈക്ക് ഷേക്സ്പിയറിനും ഫീൽഡിനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്വാളിറ്റി തന്നെ, ആ ഒരു വലിയൊരു ഗ്രേറ്റ് ക്വാളിറ്റീസ് ആയിരിക്കും ഉണ്ടായിരുന്നു ചൗസറിനും ഉണ്ടായിരുന്നു. ചൗസറിന്റെ ഹ്യൂമർ ഇത്തരത്തിൽ എന്തായിരുന്നു, വളരെ ഫേമസും ആയിരുന്നു. ചൗസറിന്റെ വർക്ക് പ്രധാനമായിട്ടും നമുക്ക് 3 ക്ലാസ്സുകളായിട്ട് തരംതിരിക്കാം. അദ്ദേഹത്തിന്റെ 3 പീരീഡുകളെ വെച്ച് നോക്കുമ്പോൾ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ചൗസർ അദ്ദേഹത്തിന്റെ വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ വേണ്ടി പറ്റും വർക്ക് ഓഫ് ചൗസറിന്. ഒന്ന് ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പീരീഡിലുള്ള ആ സമയം, ഫസ്റ്റ് പീരീഡ് ഓർ ഫ്രഞ്ച് പീരീഡ്. അതിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് പീരീഡിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 30 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. ഇൻക്ലൂഡ് ഹാസ് യൂത്ത് ആൻഡ് മാൻഹുഡ് ഇൻ വിച്ച് ടൈം ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ബൈ ഫ്രഞ്ച് ലിറ്റററി ആയിരുന്നു പ്രധാനമായിട്ടും അയാൾ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദർഫോർ ദിസ് പീരീഡ് ഈസ് കോൾഡ് ഫ്രഞ്ച്. ആ കാലഘട്ടങ്ങളിൽ ഫ്രഞ്ച് ലിറ്റററി ആയിരുന്നു കൂടി ഫേമസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് പീരീഡ് എന്നുള്ളതിൽ അറിയപ്പെടുന്നത്. ഈ പീരീഡിൽ അയാൾ എഴുതിയ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്, റൊമാൻസ് ഓഫ് ദി റോസ് എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ ഫ്രം ദി ഫേമസ് വെരി ലോങ് പോയം ലി റോമൻ ഡെലെ റോസ് എന്നുള്ള ഒരു ഫ്രഞ്ച് പോയാണ്. ആ ഫ്രഞ്ച് പോയത്തിന് അദ്ദേഹം എന്ത് ചെയ്തു, ട്രാൻസ്ലേഷൻ വരുത്തിയ ദി റൊമാൻസ് ഓഫ് ദി റോസ് എന്നുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ വളരെ മികച്ചതായിരുന്നു അത്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ദി ബുക്ക് ഓഫ് ഡച്ചസ്. ഡ്രാമാറ്റിക് ആൻഡ് ഇമോഷണൽ പവർ ഉണ്ടായ ഒരു ബുക്ക് ഓഫ് ഡച്ചസ് എന്നുള്ള ഒരു വർക്കും കൂടി, റിട്ടൺ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ബ്ലോഞ്ച് വൈഫ് ഓഫ് ചൗസർ പാട്രൺ ജോൺ ഓഫ് ഗോണ്ട്. അപ്പോൾ ചൗസറിന്റെ പാട്രനായ ജോൺ ഓഫ് ഗോണ്ട് അയാളുടെ ഭാര്യ മരിച്ചതിന് ശേഷം അതിൽ വിലാപകാവ്യമായിക്കൊണ്ട് എഴുതിയ ബുക്ക് ഓഫ് ഡച്ചസ് എന്നുള്ള ഒരു വർക്ക്, അതും ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇമോഷണൽ പവർ ഉണ്ടായ ഒരു വർക്കാണത്. അതും ഈ ഫ്രഞ്ച് ഫസ്റ്റ് പീരീഡിൽ ഇയാൾ എഴുതിയതായിരുന്നു. അതർ മൈനർ പോയം ഓഫ് ചോസ്, ഇതല്ലാണ്ടുള്ള വേറെ മൈനർ പോയംസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് പീരീഡിൽ. ദി കംപ്ലൈന്റ് ആൻഡ് ടു പിറ്റി, ദി കംപ്ലൈന്റ് ഓഫ് മാസ്, ക്യൂൻ ആൻഡല ആൻഡ് ദ ABC, ഇങ്ങനെയുള്ള കവിതകളൊക്കെ, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ടായത് ഫസ്റ്റ് പീരീഡിലായിരുന്നു. ചൗസറിന്റെ ഫസ്റ്റ് പീരീഡിൽ ഉണ്ടായ കവിതകളും അതുപോലെ തന്നെ വർക്കുകളൊക്കെ ആയിരുന്നു ഇവിടെ സൂചിപ്പിച്ചത് ഫസ്റ്റ് പീരീഡിൽ, ഫ്രഞ്ച് പീരീഡിൽ ഉണ്ടായത്. ഇനി സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ഇറ്റാലിയൻ പീരീഡ് വിച്ച് വാസ് ഓഫ് 15 years, അതൊരു 15 വർഷത്തോളം ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം എവിടത്തേക്ക് പോയ സമയത്ത് ചൗസർ ഇറ്റലിയിലേക്ക് ഒരു ഒഫീഷ്യൽ വിസിറ്റിന് വേണ്ടി പോയിരുന്നു, to arrange a commercial treaty with Genoa, and from this time is noticeable a rapid development in the അത് ഇദ്ദേഹം എവിടെ പോയിരുന്നു, ഇറ്റലിയിലേക്ക് ഒരു വിസിറ്റ് നടത്തിയ ഒഫീഷ്യൽ വിസിറ്റ് നടത്തിയാലും ആ സമയത്ത് എഴുതിയ വർക്കുകൾ, ആ സമയത്ത് ചെയ്ത വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദി ചീഫ് വർക്ക് ഓഫ് ദിസ്, ഈ പീരീഡിൽ പ്രധാനമായിട്ടും ഇദ്ദേഹം ചൗസർ ചെയ്ത വർക്കുകൾ എന്നുള്ളത് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്, അതായത് ഒരു 8000 ലൈന് വരുന്നൊരു പോയാണ്. അതുപോലെ പാലമോൺ ആൻഡ് ആർസൈറ്റ് എന്നുള്ള അത് നൈറ്റ് സ്റ്റൈൽ എന്നുള്ള രൂപത്തിൽ പിന്നെ അറിയപ്പെട്ട ഒരു വർക്കായിരുന്നു അത്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഫെയിം, അതുപോലെ ഡാൻഡേസ് ഡിവൈൻ കോമഡി, ഇങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ ഈ ചീഫ് പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹം ചെയ്ത ഒരുപാട് വർക്കുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇവിടെ നൽകിയത്. ഇതിപ്പോൾ നടന്നത് സെക്കൻഡ് പീരീഡ്, അത് ഇറ്റാലിയൻ പീരീഡ് എന്നുള്ള അറിയപ്പെടുന്ന
ഇദ്ദേഹം ചൗസർ ഇറ്റലിയിലേക്ക് ഒഫീഷ്യൽ വിസിറ്റിന് വേണ്ടി പോയ സമയത്ത് നടത്തിയ ആ സമയത്ത് ഇദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട വർക്കുകൾ. ദി തേർഡ് പീരീഡ്, അത് ഇംഗ്ലീഷ് പീരീഡ് എന്നുള്ള നമ്മളെ ബ്രിട്ടീഷ് പോയട്രിയിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദി തേർഡ് പീരീഡാണ്, ഇംഗ്ലീഷ് പീരീഡ്. ചൗസേഴ്സ് മാസ്റ്റർ പീസ് ദി കാൻറ്റർബറി ടൈൽസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് വർക്ക് ഇൻ ഓൾ ലിറ്ററേച്ചർ ഫിൽസ് ദി തേർഡ് ഓർ ഇംഗ്ലീഷ് പീരീഡ് ഓഫ് ഹിസ് ലൈഫ്. ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായി ചെയ്ത ഒരു വർക്കാണ് ഇത് കാൻറ്റർബറി ടൈൽസ്. ഇതിൻ്റെ തന്നെ കാൻറ്റർബറി ടൈൽസിൻ്റെ ഒന്നും വിശദമായിക്കൊണ്ട് അതിൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ട് കാൻറ്റർബറി ടൈൽസിൻ്റെ വളരെ അതും ആ കാൻറ്റർബറി ടൈൽസിന് മാത്രം പറയുന്ന ഒരു വീഡിയോ തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കാരണം അത്രക്കും ഫേമസ് ആയ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈൽസാണിത്. ചൗസർ സക്സീഡ് ഇൻ ഹിസ് പർപ്പസ് so well that in the Canterbury Tales he has given us a picture of Canterbury English life, its work and play. അതിൻ്റെ ആ ഒരു വർക്കും അതിൻ്റെ ആ പ്ലേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇറ്റ്സ് ഡീഡ്സ് ആൻഡ് ഡ്രീംസ്, ഇറ്റ്സ് ഫണ്ണ്, സിമ്പതി, അങ്ങനെ ഒരുപാട് മേഖലകൾ. അതിൽ തന്നെ പറയേണ്ട ഒരു 30 ആളുകളോളം അവരുടെ കഥകൾ അവരിങ്ങനെ സ്റ്റോറി ടെല്ലിങ് നടത്തിയാണ്. ഇതുകൊണ്ട് ഈ കാൻറ്റർബറി ടൈൽസിലൊരു 120 കൃത്യമായിട്ട് ഓർമ്മയില്ല, അതിൻ്റെ വേറെ വീഡിയോ ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ടൈൽസാണ് ഉദ്ദേശിച്ചതെങ്കിൽ പോലും 24 ടൈൽസുകൾ ചെയ്തിട്ടുള്ളൂ, അത്ര വർക്കുകളെ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് കാൻറ്റർബറി. ഇതിൽ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെ വന്നത് പല മേഖലകളിലുള്ള ആളുകളൊക്കെ ഇതിൽ കാൻറ്റർബറി ടൈൽസിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. പ്രധാനമായിട്ടും ചൗസർ ഒരു പിൽഗ്രിമിനേജിന് പോവുകയും ആ പിൽഗ്രിംസിലെ ആയിട്ടുണ്ടായ ആളുകൾ അവരിങ്ങനെ അവരുടെ കഥകൾ പറയുകയും അതിനൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് കാൻറ്റർബറി ടൈൽസ് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. ഇത് നടന്നത് 3ാമത്തെ പീരീഡായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവരുടെ ജീവിതത്തിലെ 3ാമത്തെ പീരീഡ്. ചൗസറിൻ്റെ ഇതിനെപ്പറ്റിയുള്ള ക്രിറ്റിസിസം വരുത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി, എങ്ങനെ നമുക്ക് ക്രിറ്റിസിസം നടത്താൻ വേണ്ടി പറ്റും? even if we consider Chaucer only a humorist എന്നുള്ള പറയുകയാണെങ്കിൽ അയാൾ ആ രീതിയിൽ വലിയൊരു ഹ്യൂമറിസ്റ്റാണ്. ഐ മീൻ എ ഹ്യൂമറിസ്റ്റ് ഇൻ ദി ഗ്രാൻഡ് സ്റ്റൈലിൽ അയാൾ ഹ്യൂമറിസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം the world as a whole and so even great humanity against a background of great things. വലിയൊരു രീതിയിലുള്ള വർക്കുകൾ ഹ്യൂമറിസ്റ്റ് നമുക്ക് വേണ്ടി ആരെ പറ്റി പറയാം, ചൗസറിനെ പറ്റി പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചൗസറിന്റെ വെപ്പണായിരുന്നു സാറ്റയർ എന്നുള്ള ആക്ഷേപ കാവ്യങ്ങൾ, ആക്ഷേപ കാവ്യങ്ങൾ, പരിഹാസ്യങ്ങളൊക്കെ കലർത്തിയിട്ടുള്ള കാവ്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ. പക്ഷെ എന്നാലും അതിലൊരു ജെന്റിൽ ഇത് അയാൾ അവരെ സൂക്ഷിച്ചിരുന്നു എന്നാണ്. കൂടുതൽ ആക്ഷേപ ഇതിലേക്ക് കടക്കാതെ എന്നാലോ നല്ല രൂപത്തിലുള്ള ആക്ഷേപ കാവ്യങ്ങളാണ് ചൗസർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ചൗസറിന്റെ പേരിലുണ്ട്. The year in which Chaucer was growing up were a critical period for the English language. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളൊരു ക്രിട്ടിക്കൽ പീരീഡ് ആയിരുന്നു ചൗസർ അദ്ദേഹം വളർന്നു വന്ന കാലം എന്നുള്ളത്, ആ ഒരു വർഷം. It was surely his absistence from this folly, not any idea that he had passed judgment in the spirit of philologist on the English his own day that won for Chaucer Spencer's praise of him as a well of English undefiled. ചൗസറിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ടായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക, അദ്ദേഹത്തെ പറ്റി പറയാൻ വേണ്ടി പറ്റുക, ചൗസർ ഈസ് ദി മോർണിംഗ് സ്റ്റാർ ഓഫ് ഇംഗ്ലീഷ്. ചൗസർ എന്നുള്ള ദി മോർണിംഗ് സ്റ്റാർ ഓഫ് ഇംഗ്ലീഷ് ആയിരുന്നു എന്നാണ് ഷോർട്ടായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇതിൽ നമ്മൾ ചൗസറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാൻറ്റർബറി കഥകൾ എന്നുള്ള വളരെ വിഖ്യാതമായ
കാൻറ്റർബറി ടൈൽസ്. അതിനെപ്പറ്റി പറയാതിരിക്കലും മോശമാണ്, അതുകൊണ്ടാണ് ചെറിയ രൂപത്തിൽ അതിൻ്റെ ഒരു സമ്മറി തരുന്നത്. കാൻറ്റർബറി കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കാൻറ്റർബറി ടൈൽസ് 14-ാം നൂറ്റാണ്ടിൽ ജെഫ്രി ചോസർ മിഡിൽ ഇംഗ്ലീഷിൽ എഴുതിയ കഥാസമാഹാരമാണ് കാൻറ്റർബറി ടൈൽസ്. ഭൂരിഭാഗവും പദ്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ കഥാസമാഹാരത്തിലെ കഥകൾ ഒരു കൂട്ടം തീർത്ഥാടകർ സോത്താർക്ക് എന്ന സ്ഥലത്തു നിന്നും വിശുദ്ധ തോമസ് ബേക്കിന്റെ ശവകുടീരത്തിലേക്കുള്ള യാത്രക്കിടയിൽ പരസ്പരം പറയുന്ന കഥകളാണ്. ജെഫ്രി ചോസറിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് കാൻറ്റർബറി കഥകൾ എന്നുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഒരു 30ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു ആ തീർത്ഥാടനത്തിൽ. കാൻറ്റർബറി ടൈൽസിന്റെ പ്രൊലോഗിൽ ഈ 29 യാത്രക്കാരെ കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഇതിലാകെ 2 സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 13-ാം നൂറ്റാണ്ടിന്റെ ഒരു ചിത്രമായ ചോസറിന്റെ ഈ രചനയെ കണക്കാക്കും. കാൻറ്റർബറി ടൈൽസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ കാലത്തുള്ള എന്തൊക്കെയായിരുന്നു ആ മിഡീവൽ ഏജിൽ ഉണ്ടായ പ്രധാനമായിട്ട് ബന്ധപ്പെട്ട ചർച്ചുമായി ബന്ധപ്പെട്ട പറഞ്ഞല്ലോ പിൽഗ്രിമേജ്, ഒരു തീർത്ഥാടന യാത്രയിലാണ് ഈ ഒരു സമാഹാരം അല്ലെങ്കിൽ കാൻറ്റർബറി ടൈൽസ് എന്നുള്ള ഈ ഒരു സ്റ്റോറി അദ്ദേഹം ചോസർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. കാൻറ്റർബറി ടൈൽസ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്, അതായത് അതിൽ 29 പിൽഗ്രിംസ് ഉണ്ടായിരുന്നു. അവരെ ടബാർഡീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയും അവരിൽ 29 പേരിൽ 23 ആളും കഥകൾ പറയുന്നുണ്ട്. മൊത്തത്തിൽ 24 കഥകളുണ്ട്. ചോസറയിൽ 2 കഥകൾ പറഞ്ഞു, ടൈൽ ഓഫ് തോപ്പാസും ടൈൽ ഓഫ് മെലിബസ് എന്നുള്ള 2 കഥകൾ അതിൽ ചോസർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാൻറ്റർബറി ടൈൽസ് തുടങ്ങുന്നത് നെയ്റ്റ്സ് ടൈലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് അവസാനിക്കുന്നത് ചോസറിന്റെ ഒരു അപ്പോളോഗി ഫോർ ദി വൾഗർ ആൻഡ് അൺവർത്തി പാർട്സ് ഓഫ് ഒരു മാപ്പപേക്ഷ പറഞ്ഞുകൊണ്ടാണ് ചോസർ ഇത് അവസാനിപ്പിക്കുന്നത്. കാരണം അതിൽ വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ അൺവർത്തി പാർട്സ് ഉണ്ടായിരുന്നു എന്നുള്ള രൂപത്തിൽ അതിൻ്റെ പേരിൽ ഒരു മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഇത് കാൻറ്റർബറി ടൈൽസ് അവസാനിപ്പിക്കുന്നതെന്ന്. ഇവരെ കണ്ടുമുട്ടുന്ന സ്ഥലവും അതുപോലെ തന്നെ ഇതിൽ ആ സമയത്തുണ്ടായ അപ്പർ ക്ലാസ്സിലാരൊക്കെ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ്സിലൊക്കെ ഉണ്ടായ എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചതാണ്, അത്തരത്തിലുള്ളൊരു യാത്രയായിരുന്നു ചോസർ നടത്തിയത് പിൽഗ്രിം അതിലുള്ള. അതിൽ പ്രധാനമായിട്ടുണ്ടായ ക്യാരക്ടേഴ്സ് പാർട്ട്ണർ, അതുപോലെ നൈറ്റ്, സ്ക്വയർ, ദി മോങ്ക്, ദി ഫ്ലെയർ ആൻഡ് സമ്മോണർ പേഴ്സൺ. ഇങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ 23ഓളം 29 തീർത്ഥാടകർ ഉണ്ടായിരുന്നു. ഇതിൽ ഓരോരാളെ പറ്റിയിട്ടുള്ള നൈറ്റ് അവരെന്താണ് ചെയ്തത് അവരെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം, സ്ക്വയറിനെ പറ്റിയിട്ടുള്ള പ്രേയേഴ്സ്, അങ്ങനെ ഓരോരാളെ പറ്റിയിട്ടുള്ള വിവരണങ്ങളാണ് പിന്നെ കൊടുക്കുന്നത്. അതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല. നമ്മൾ ചെറിയ രൂപത്തിലുള്ള ചോസറിനെ പറ്റിയിട്ടും അദ്ദേഹത്തെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റിയിട്ടും ചെറിയ രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ചോസറിൻ്റെ കാലഘട്ടം 1350 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട വർക്കുകൾ, പ്രധാനമായിട്ടും നമ്മൾ സൂചിപ്പിച്ചതുപോലെ മിഡീവൽ പീരീഡിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. അതിൽ തന്നെ ഒരു മാറ്റം ചോസർ അവിടെ കൊണ്ടുവന്ന മിഡീവൽ പീരീഡിൽ നിന്ന് ഒരു മോഡേൺ ഏജിലേക്കുള്ളൊരു മാറ്റം പ്രധാനമായിട്ടും. കാരണം അതിനുശേഷമാണ് ഇനി കുറച്ച് കഴിഞ്ഞാലാണ് റിനൈൻസൻസ് തുടങ്ങുന്നത്. അപ്പോൾ റിനൈൻസൻസിലേക്കുള്ളൊരു മാറ്റത്തിലേക്കാണ് ചോസറിൻ്റെ പല വർക്കുകളും വന്നത്. ചോസറിൻ്റെ വർക്കുകളൊക്കെ ആ രൂപത്തിലാണ് വന്നത്. പ്രധാനമായിട്ടും ചോസർ ഒരു ഹ്യൂമർ ലെവലിൽ, ഒരു കോമിക് ലെവലിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിലൊക്കെ റിയലിസം, നേച്ചറുമായി ബന്ധപ്പെട്ട റിയലിസത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു എന്നുകൂടി നമ്മൾ സൂചിപ്പിച്ചു. പ്രധാനമായിട്ടുള്ള 3 പീരീഡിലുള്ള ചോസറിൻ്റെ വർക്കുകൾ, ഫ്രഞ്ച് പീരീഡിൽ ചെയ്ത വർക്കുകൾ, അതുപോലെ തന്നെ ഇറ്റാലിയൻ പീരീഡിൽ ചെയ്ത വർക്കുകൾ, ലാസ്റ്റ് ഇംഗ്ലീഷ് പീരീഡിൽ കാൻറ്റർബറി ടൈൽസ് പോലുള്ള പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിൽ ഓരോരാളെ പറ്റിയിട്ടുള്ള അവരുടെ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്.
ചൗസറിൻ്റെ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിലുള്ള കോൺട്രിബ്യൂഷൻസ് നോക്കിയാൽ creator of English language and poetry, first metrical artist, humorist and humanist, first national poet of England. He gave reformed and reshaped language as a powerful instrument of expression, informed musical sweetness and liquidity to language. First man to use naked words, first great realist. ബിലീവ് ദാറ്റ് പോയട്രി ഇസ് ദി ഫ്രീ സെക്യുലർ സ്പിരിറ്റ് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പിന്നെ ഇവരുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. പോർട്രേഡ് കോംപ്രഹെൻസീവ് പിക്ചർ ഓഫ് കണ്ടംപററി ലൈഫ്, ആ സമകാലിക ജീവിതത്വമായിട്ടുള്ളൊരു കൃത്യമായൊരു സമ്പൂർണമായൊരു പിക്ചർ എന്ത് ചെയ്തു നമുക്ക് ചിത്രീകരിച്ച് അവതരിപ്പിച്ചു തോന്നും. റിയലിസ്റ്റിക്കലി പ്രസന്റ് ദി സോഷ്യൽ എക്കണോമിക് ആൻഡ് റിലീജിയസ് കണ്ടീഷൻ ഓഫ് ഏജ്, കീൻ ഒബ്സർവർ ഓഫ് മാൻ ആൻഡ് മാനേഴ്സ്. ചൗസർ അദ്ദേഹം ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്. പ്രധാനമായിട്ടും ചൗസറിൻ്റെ ക്യാരക്ടറൈസേഷന് പറയാൻ വേണ്ടി പറ്റാം. ഫസ്റ്റ് ഗ്രേറ്റ് ക്യാരക്ടർ പെയിൻറ്റർ ആയിരുന്നു. റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനാണ് അവതരിപ്പിച്ചത്. ക്യാരക്ടേഴ്സ് ആർ ഡ്രോൺ ഫ്രം കീൻ ഒബ്സർവേഷൻ ഓഫ് മാൻ ആൻഡ് വിമൺ. ഫസ്റ്റ് റൈറ്റർ ടു ബ്രിങ് അറ്റ്മോസ്ഫിയർ ഓഫ് റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് അബൌട്ട് മെൻ ആൻഡ് വിമൺ. ഫസ്റ്റ് ഗ്രേറ്റ് നെറേറ്റീവ് പോയറ്റ് ആയിരുന്നു ഇൻ ഇംഗ്ലീഷിലുള്ള ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ ഇറ്റ് ഹാസ് പ്ലോട്ട് ഉണ്ട്, ഡയലോഗ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, അയോണി ഉണ്ട്, റിയലിസം ഉണ്ട്, കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഡ്രാമാറ്റിക് എലമെന്റ്സ് ഉണ്ട്. ഇത്തരത്തിൽ പിന്നെ ഒരു വലിയൊരു ഫസ്റ്റ് ഗ്രേറ്റ് നെറേറ്റീവ് പോയറ്റ് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലുള്ള ഫസ്റ്റ് ഗ്രേറ്റ് നെറേറ്റീവ് പോയറ്റ് എന്ന് തന്നെ ചൗസറിനെ പറ്റി പറയാൻ വേണ്ടി കഴിയും. Just humorously remarks, if Chaucer is the father of poetry ആണെങ്കിൽ he is grandfather of English fiction. ആൽബർട്ട് കോൾസ് ചൗസറിനെ പറ്റി പറയുന്നത് the earliest of the great, നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ്, the earliest of the great moderns. അടുത്ത നമ്മൾ പോകുന്നത് ദ ഏജ് ഓഫ് റിനൈൻസൻസിലേക്കാണ്. 1550 1660 കാലത്തുള്ള ഏജ് ഓഫ് റിനൈൻസൻസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മൾ ഏജ് ഓഫ് ചൗസറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏജ്, ചൗസർ ഏജ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പോകുന്നത് റിനൈൻസൻസ് ഏജിലേക്കാണ്. പ്രധാനമായിട്ടും 4 ഏജസ് ആയിട്ട് നമുക്ക് ഇതിനെ തന്നെ മാറ്റാൻ വേണ്ടി പറ്റും. റിനൈൻസൻസ് ഏജ് നമുക്ക് 4ആയി തരംതിരിക്കും. ഒന്ന് എലിസബത്തൻ ഏജ്, 1558 മുതൽ 1603 വരെയുള്ള കാലത്തെ എലിസബത്തൻ ഏജ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ജാക്കബൈൻ ഏജ് എന്നുള്ള 1603 1625 വരെയുള്ള കാലം. പിന്നെ കരോലിൻ ഏജ് 1625 മുതൽ 1649 വരെയുള്ള. ലാസ്റ്റ് കോമൺവെൽത്ത് ഏജ് 1649 മുതൽ 1660. അപ്പോൾ ഈ ഓരോ ഏജിനെ പറ്റിയിട്ടും വിശദമായി കൊണ്ട് പറയേണ്ടി വരും. അതിലേക്കൊന്നും കടക്കുന്നില്ല. ചെറിയ രൂപത്തിൽ മൊത്തത്തിൽ റിനൈസൻസ് ഏജിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എന്നതിനെ പറ്റി മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. പിന്നെ കൂടുതൽ ഇതിലേക്ക് പോകാൻ വേണ്ടി ഏതായാലും സാധിക്കില്ല. ഓരോ എലിസബത്തൻ ഏജിനെ പറ്റിയും ജാക്കബൈൻ ഏജിനെ പറ്റിയിട്ടൊക്കെ വേറെ തന്നെ സെപ്പറേറ്റ് വീഡിയോകളൊക്കെ ചെയ്യേണ്ടി വരും. അതിലേക്ക് കടക്കുന്നില്ല. റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനൈസൻസ് പീരീഡിൽ പ്രധാനമായിട്ട് നടന്ന കാര്യങ്ങൾ, അതിലെ കോൺട്രിബ്യൂഷൻസ്, വർക്കുകൾ, അതൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അക്കാലത്തുണ്ടായ പോയറ്റുകൾ. ബ്രിട്ടീഷ് പോയട്രിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് റിനൈസൻസ് എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെറിയ രൂപത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. റിനൈസൻസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? അതൊരു ഫ്രഞ്ച് വേർഡാണ്, വിച്ച് മീൻസ് റീബേർത്ത് എന്നാണ്. റീബേർത്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ് റെഫേഴ്സ് പർട്ടിക്കുലർ ടു എ റിന്യൂഡ് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലേണിംഗ് ദി റൈറ്റിംഗ്സ് ഓഫ് ആൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. റിനൈസൻസിന്റെ ഒന്നുകൂടി നമ്മൾ പറയാം, ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള ഓരോ ഏജിനെ പറ്റിയിട്ടും ഓരോ സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്യേണ്ടി വരും. അതിലേക്ക് ഏതായാലും പോകുന്നില്ല. മൊത്തത്തിൽ ഈ കാലത്ത് നടന്ന കാര്യങ്ങൾ, ഈ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പീരീഡിലുള്ള റിനൈസൻസ് കാലത്തുള്ള തിങ്കേഴ്സിനെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഹ്യൂമനിസ്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് അതിൽ അവർ വിശ്വസിച്ച എന്താണ്, മാൻ എന്തായിരിക്കണം, എപ്പോൾ ഒരു പഠന വിഷയമായിരിക്കണം. ഗോഡിനെ പറ്റിയിട്ടല്ല, ചർച്ചയൊക്കെ ചെയ്ത പോലെ ഗോഡല്ല, മറിച്ച് എന്താണ്, മാൻ.
ടോട്ട് ഡ്യൂറിങ് ദി മിഡീവൽ പീരീഡിൽ ചർച്ച് അവതരിപ്പിച്ചതുപോലെയല്ല, മറിച്ച് എന്താണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. അല്ലാണ്ട് നേരെ ചർച്ച് എന്ത് പറയുന്നു അതല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് വിശ്വസിക്കേണ്ടത്. മറിച്ച് എന്താണ്, മനുഷ്യൻ എന്ന് പറയുന്നു, ദി മാൻ ഓഫ് സ്റ്റഡി, അത് സബ്ജക്ട് ഓഫ് സ്റ്റഡി എന്തായിരിക്കണം, മനുഷ്യനായിരിക്കണം. ആ രീതിയിൽ തിങ്കേഴ്സ്, ആ കാലഘട്ടത്തിൽ കടന്നു വന്ന തിങ്കേഴ്സ്, ചിന്തകന്മാരുണ്ട്, അവരെയാണ് ഹ്യൂമനിസ്റ്റുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദി പ്രിന്റിംഗ് പ്രസ്, ഈ റിനൈസൻസ് കാലത്ത് വലിയൊരു വിപ്ലവം ഉണ്ടായത് അത് പ്രിന്റിംഗ് പ്രസ് എന്നുള്ളതിലാണ്. ജോഹന്നസ് ഗുട്ടൻബർഗ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻവെന്റിംഗ് ദി ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ജർമ്മനിയിൽ കണ്ടെത്തിയത് അദ്ദേഹമാണ്. ഒരു 1400 കാലത്ത്. അങ്ങനെ 1476 വില്യം കാക്സ്റ്റൺ അവരുടേതായ പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കുകയും അതാണ് പിന്നെ വെസ്റ്റ് മിനിസ്റ്റർ ഇംഗ്ലണ്ടിലൊക്കെ ഓടിയത്. അപ്പോൾ ഇതാണ് ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ നടന്ന വലിയൊരു കണ്ടുപിടുത്തം എന്നുള്ളത് പ്രിന്റിംഗ് പ്രസ്സാണ്. അതുവരെ പുസ്തകങ്ങളൊക്കെ ആളുകളിലേക്കൊന്നും എത്താൻ വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. കാരണം പ്രിന്റിംഗ് പ്രസ് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എഴുതിയിട്ടൊക്കെ ഉള്ള പുസ്തകങ്ങൾ വളരെ വിലപിടിപ്പുള്ളതായിരുന്നു, ആളുകളിലേക്ക് എത്തിയിരുന്നില്ല. പ്രിന്റിംഗ് പ്രസ്സിന്റെ വരവോടുകൂടെ ഒന്നുകൂടി എന്ത് ചെയ്തു, പുസ്തകങ്ങൾ മാർക്കറ്റിലൊക്കെ വരാൻ തുടങ്ങി, ഡിമാൻഡ് കൂടി. അതാണ് പറയുന്നത്. വില്യം കാക്സ്റ്റൺ വാസ് ദി പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ്ഡ് പ്രിന്റിംഗ്. ഇംഗ്ലണ്ടിൽ പരിചയപ്പെടുത്തിയത് വില്യം കാക്സ്റ്റൺ ആണ്. ബിഫോർ ദാറ്റ് ദി ബുക്സ് വർ റിട്ടൺ ഔട്ട് ഇൻ ലോങ് ഹാൻഡ്. ഇങ്ങനെ എഴുതിയ പതിപ്പുകളായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്, റിട്ടൺ ആയിരുന്നു. വാട്ട് മീൻഡ് എ വെരി സ്ലോ ജോബ്. അതായത് അത് വലിയ എപ്പോഴെങ്കിലും എഴുതുക എന്നുള്ളതിനപ്പുറം അത് വലിയൊരു ടാസ്ക് ആയിരുന്നു എഴുത്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള പുസ്തകങ്ങളൊക്കെ കുറവായിരുന്നു. അവിടെ നിന്നാണ് പ്രിന്റിംഗ് പ്രസ്സിലേക്ക് വരുന്നതോടുകൂടെ എന്ത് ചെയ്തു, പുസ്തകത്തിന്റെ ആ ഒരു ലഭ്യത വർദ്ധിച്ചു, അതിന്റെ ഡിമാൻഡ് കൂടി, ആളുകൾ പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ തുടങ്ങി, പുസ്തകങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി, വ്യത്യസ്ത മേഖലയിലുള്ള പുസ്തകങ്ങളൊക്കെ അവർ ആവശ്യപ്പെടാൻ തുടങ്ങി. തോമസ് മുർ ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് ഹ്യൂമനിസ്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് ഹ്യൂമനിസ്റ്റുകളുടെ കാലഘട്ടമാണ് റിനൈസൻസ് പീരീഡ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അതിൽ പ്രധാനമായിട്ടുള്ള ഇംഗ്ലീഷ് ഹ്യൂമനിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് ആര്, തോമസ് മൂർ. അവരുടെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഉട്ടോപ്യ എന്നുള്ള പുസ്തകം, ലാറ്റിനിൽ എഴുതിയ ഒരു പുസ്തകമാണ്. അതിലൊരു ഇമാജിനറി ഐലാൻഡിനാണ് അതിൽ പരിചയപ്പെടുന്നത്. വേർ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമാജിനറി ഐലാൻഡിനെ പരിചയപ്പെടുത്തുന്ന ഉട്ടോപ്യ എന്നുള്ള അതിനെ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം, ഉട്ടോപ്യ എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് തോമസ് മൂർ എഴുതിയത് ഈ ഒരു കാലത്താണ്. തോമസ് മൂറിനെ പറ്റി പറയുകയാണെങ്കിൽ 1480 മുതൽ 1535 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ്. ഉട്ടോപ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഉട്ടോപ്യ എന്നുള്ള അർത്ഥമാക്കുന്നത് നോ ഹിയർ. ഇൻ ഗ്രീക്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. തോമസ് വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഐലാൻഡ് കുഡ് നെവർ എക്സിസ്റ്റ്. ഒരിക്കലും അത് അങ്ങനെ ഒരു ഐലാൻഡ് ഉണ്ടാവില്ല. ദിസ് ഡ്രീം ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തെ പറ്റിയുള്ള ഡ്രീം, വേർ ഹാപ്പിനെസ് റെയിൻസ് ആൻഡ് സോറോ ഈസ് ബാനിഷ്ഡ്. അവിടെ എപ്പോഴും സന്തോഷങ്ങൾ മാത്രം തളം കെട്ടി നിൽക്കലെ, സന്തോഷത്തിൻ്റെ ഒരു ഐലാൻഡ്. persistent of human fantasies and became a recurrent theme in many other British literature worksലും ഇത് വരുന്നുണ്ട് എന്നുള്ള. ഇവർ അവതരിപ്പിച്ച ഈ യൂട്ടോപ്പിയയിലൂടെ അവതരിപ്പിച്ച അത്തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ഫാൻറ്റസീസൊക്കെ പിന്നെയുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ വർക്കിലൊക്കെ വന്നിരുന്നു എന്നാണ് യൂട്ടോപ്പിയയിലൂടെ ഇവർ അവതരിപ്പിച്ച ആ ഒരു തീം മറ്റു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ വർക്കുകളിലും പിൽക്കാലത്ത് വന്നിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. തോമസ് മൂറും ഉട്ടോപ്പിയ. ഇറ്റാലിയൻ ജീനിയസ് ഓഫ് റിനൈസൻസ് റൈറ്റിംഗ്. റിനൈസൻസ് റൈറ്റിംഗിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഇറ്റാലിയൻ ജീനിയസ് ആയിരുന്നു ആര്? മാക്കിയവെല്ലി പബ്ലിഷ്ഡ് ബുക്ക് ഇൻ 1513 ദി പ്രിൻസ് എന്നുള്ളൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാക്കിയവെല്ലി തിയറൈസ്ഡ് അബൌട്ട് എ ന്യൂ പെർഫെക്റ്റ് റൂളർ വുഡ് ഗവൺ, അബൌട്ട് ഹൗ എ പെർഫെക്റ്റ് റൂളർ വുഡ് ഗവൺ. ഒരു നല്ലൊരു ഭരണാധികാരി, റൂളർ എങ്ങനെയാണ്
പിന്നെ ഭരണം നടത്തേണ്ടതിനെ പറ്റിയിട്ടൊക്കെ തിയറി ഒക്കെ അവതരിപ്പിച്ചുള്ള ഒരു പുസ്തകമാണ് ദി പ്രിൻസ് എന്നുള്ള. ആ പ്രിൻസ് എന്നുള്ള പുസ്തകം പബ്ലിഷ് ചെയ്തത് ഈ റിനൈസൻസ് കാലഘട്ടത്തിലായിരുന്നു, 1513. ബൈബിൾ, അതുപോലെ ഈ പ്രിന്റിംഗ് പ്രസ്സിന്റെ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. പ്രിന്റിംഗ് പ്രസ് മൂലം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ. 1604 കിങ് ജെയിംസ് 1 ഓർഡർ ചെയ്തിട്ടുണ്ട്. 47 സ്കോളേഴ്സിനോട് എന്ത് ചെയ്തു, 47 പണ്ഡിതന്മാരോട് പറഞ്ഞു എന്ത്, ബൈബിളിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാക്കാനും ടു സേവ് ആസ് ദി ഒഫീഷ്യൽ വൺ ഓഫ് ആംഗ്ലിക്കാനിസം, ദി സോ കോൾഡ് കിങ് ജെയിംസ് ബൈബിൾ എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെട്ട ബൈബിൾ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു റിനൈസൻസ് കാലത്ത് ഉണ്ടായ ഒരു മാറ്റങ്ങളാണ്. ഈ പ്രിന്റിംഗ് പ്രസ് വരുന്നതോടുകൂടെ ബൈബിളൊക്കെ ആ രൂപത്തിൽ എന്ത് ചെയ്തു, ട്രാൻസ്ലേഷൻ വർക്കുകളായി, പിന്നെ അത് പ്രിന്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ഉള്ളത് വലിയൊരു റിനൈസൻസ് കാലഘട്ടത്തിൽ ഉണ്ടായ വലിയൊരു കോൺട്രിബ്യൂഷൻസ് ആണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1611 പിന്നെ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇത് വലിയൊരു മാസ്റ്റർ പീസ്, ഇംഗ്ലീഷ് പ്രോസിലുള്ള വലിയൊരു മാസ്റ്റർ പീസ് ആയിക്കൊണ്ട് ദി ഹോളി ബൈബിൾ ഇവരുടെ ജെയിംസ് അവരുടെ ആ ബൈബിൾ എന്ത് അറിയപ്പെട്ടു എന്നുള്ളതാണ്. ഈ കാലത്തുള്ള റിനൈസൻസ് പീരീഡിലുണ്ടായ വളരെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കവി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഓഥറായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നവരാണ് വില്യം ഷേക്സ്പിയറിനെയാണ്. വില്യം ഷേക്സ്പിയറിനെ പറ്റി അറിയാത്തവരുണ്ടാവില്ലല്ലോ. വില്യം ഷേക്സ്പിയർ 1564 മുതൽ 1616 കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളാണ്. വില്യം ഈസ് കൺസിഡർ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് ഓതേഴ്സിലും ഗ്രേറ്റസ്റ്റ് ആയ ആളാണ്. പിന്നെ ഒരു ആളാണ് ആര്, വില്യം ഷേക്സ്പിയർ. ഹിസ് ടെക്സ്റ്റസും പ്ലേസും ആർ നോൺ വേൾഡ് വൈഡ്. അവരുടെ ആ ഡ്രാമകളും മറ്റൊക്കെ അവരുടെ വർക്കുകളൊക്കെ വേൾഡ് വൈഡിൽ തന്നെ അറിയപ്പെട്ടതാണ്. ആൻഡ് ആർ അപ്ഡേറ്റഡ്, കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതുമാണ്. റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നുള്ളത്, ഹാംലെറ്റ് എന്നുള്ള, എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് നമ്മളിവിടെ കൊടുത്തത്. Macbeth compares life to a candle, then to a shadow, to an actor, and finally to a story. This rapid shifting of metaphors is very characteristic of Shakespeare വർക്കിൻ്റെ വലിയൊരു ക്യാരക്ടറിസ്റ്റിക് കാണാൻ പറ്റുന്ന ഒരു ദിസ് റാപ്പിഡ് ഷിഫ്റ്റിംഗ് ഓഫ് മെറ്റഫോർ. അത് ഫസ്റ്റ് ഒരു ക്യാൻഡിൽ ഇതിൽ, പിന്നെ ഒരു ഷാഡോയിലേക്ക് മാറുന്നതും, പിന്നെ ഒരു ആക്ടറായിട്ട് മാറുന്നതും, ലാസ്റ്റ് ഒരു കഥാരൂപത്തിലേക്ക് അതിനെ മാറ്റുന്നതും മാക്ബെത്തിന്റെ. അതൊക്കെ നമ്മൾ ഷേക്സ്പിയറിന്റെ വലിയൊരു ക്യാരക്ടറിസ്റ്റിക് തന്നെ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. റിനൈസൻസ് പീരീഡിൽ മൊത്തത്തിൽ ഉണ്ടായ വലിയ ഗ്രേറ്റ് റൈറ്റേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് ക്രിസ്റ്റഫർ മാർലോ, സാർ വാൾട്ടർ റാലി, റോബർട്ട് ഹെറിക്, ആൻഡ്രൂ മാർവൽ, വില്യം ഷേക്സ്പിയർ, ജോൺ ഡോണെ, ബെൻ ജോൺസൺ, ഫ്രാൻസിസ് ബാക്കൺ, ജോൺ മിൽട്ടൺ, ജോൺ ബുനിയൻ, എഡ്മണ്ട് സ്പെൻസറിനെ പറ്റി നമ്മൾ ലാസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. സർ ജോൺ സക്ലിംഗ്, റിച്ചാർഡ് ലോവലസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സൊക്കെ ഉണ്ടായ റിനൈസൻസ് പീരീഡ് ഉണ്ടായ പ്രധാനപ്പെട്ട റൈറ്റേഴ്സാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തില് ഇവരെ ഓരോരാളെ പറ്റിയിട്ടും ഓരോ വീഡിയോകൾ ചെയ്യേണ്ടി വരും. നമ്മള് സ്പെൻസറിനെ പറ്റിയിട്ട്, എഡ്മണ്ട് സ്പെൻസറിനെ പറ്റി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇഗ്നോന്റെ ബ്രിട്ടീഷ് പോയട്രിയുടെ ഒക്കെ സിലബസിലൊക്കെ ഉള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്പെൻസറിനെ പറ്റിയിട്ട് ചെറിയ രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഗ്രേറ്റ് റൈറ്റേഴ്സൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണ് റിനൈസൻസ് പീരീഡ്. പോയട്രി ഓഫ് ദി റിനൈസൻസ്, എലിസബത്തൻ ഏജ്. റിനൈസൻസിലുണ്ടായ പോയട്രി പ്രധാനപ്പെട്ട തീംസ് എന്തൊക്കെയായിരുന്നു? ഒന്ന് ലവ് ആൻഡ് ബ്യൂട്ടി, ഫിസിക്കൽ ബ്യൂട്ടി, ഔട്ട്വാർഡ് സൈൻ ഓഫ് ദി സ്പിരിറ്റ് സ്ട്രൈവിംഗ് ഫോർ പെർഫെക്ഷൻ, ഹ്യൂമനിസ്റ്റ് തിയറി അതായിരുന്നു. തന്നെ ഫെയർ, എ സൈൻ ഓഫ് ബ്യൂട്ടി എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ തീമിൽ. Poet writes to a lady who is inflexible, man seeks her love. അങ്ങനെ അവരുടെ സ്നേഹം ആവശ്യപ്പെടും, ബട്ട് ഹോപ്പ്ലെസ്ലി. Her moods create the weather. Lady is usually not real, a stereotype. മൊണാലിസ, പോലെ കാർപ്പെ ഡൈം. അതായത് ലിവ് ഫോർ ടുഡേ.
ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ വി ഡേ. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുക, തിന്നാ കുടിക്കുക, സന്തോഷിക്കുക. നാളെ എന്ത് ചെയ്യും? നമ്മൾ മരിക്കും. പാസ്റ്ററൽ പോയട്രി ഫോക്കസ് ഓൺ ദി ഐഡിയലിസ്റ്റ് കൺട്രി സൈഡ് ആൻഡ് ദി സിമ്പിൾ ലൈഫ് എന്നുള്ളതിലാണ് പാസ്റ്ററൽ പോയട്രി വന്നത്. പിന്നെ 3 സൊനറ്റ് ടൈപ്സ് ഉണ്ട് അതിൽ. പിന്നെ പെട്രാർക്കൻ ഇറ്റാലിയൻ, ഷേക്സ്പിയർ ഇംഗ്ലീഷ്. ഇതിൽ സ്പെൻസേറിയൻ സൊനറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൊനറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സൊനറ്റിലുള്ള എല്ലാ സൊനറ്റിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെട്രെ, അത് പിന്നെ അയാംബിക് പെൻഡമെട്രായിരിക്കും. അതുപോലെ തന്നെ റീം ഡെഫിനിറ്റ് ബട്ട് വേരിയസ് ഫ്രം സൊനറ്റ് ടു സൊനറ്റിൽ മാറിക്കൊണ്ടിരിക്കും. 14 ലൈൻസ് ലോങ് ഉണ്ടാവും. പിന്നെ സ്ട്രക്ചർ ക്വാട്രൈൻ ആൻഡ് കപ്ലറ്റ്. റീമിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, വേരിയേഷൻസ് ഒക്കെ. സൊനറ്റിലുണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. റീം, പ്രാസം, താളം, ലയം അതൊക്കെ ഉണ്ടല്ലോ. അതിലുണ്ടായ സ്ട്രക്ചറിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും നമ്മൾ എഡ്മണ്ട് സ്പെൻസറിനെ പറ്റിയിട്ടുള്ള നമ്മൾ ഓടിച്ചു വന്നതാണ്. സൊനറ്റിനെ കുറിച്ചൊക്കെ വളരെ പിന്നെ ഒരു വീഡിയോ തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതിൻ്റെ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ. എന്നാൽ എഡ്മണ്ട് സ്പെൻസറിനെ പറ്റിയിട്ടുള്ള നമുക്ക് ചെറിയൊരു സമ്മറി നൽകിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എഡ്മണ്ട് സ്പെൻസറിനെ പറ്റി റിനൈസൻസ് കാലത്തുണ്ടായ വലിയൊരു റൈറ്റർ ആയിരുന്നു പിന്നെ സ്പെൻസർ എന്നുള്ളത്. 1552 ലണ്ടനിലാണ് ജനിച്ചത്. മോഡേൺ ഇംഗ്ലീഷ് വേർഡ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രാഫ്റ്റ്സ്മാൻ തന്നെ അറിയപ്പെടും. 1869 അവരെ പിന്നെ ഫസ്റ്റ് പബ്ലിക്കേഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടാകുന്നത് പെട്രാർക്സ് സൊനറ്റിന്റെ ട്രാൻസ്ലേഷൻ വർക്കുകളൊക്കെ ചെയ്തത്. ഫസ്റ്റ് പബ്ലിക്കലി റിലീസ്ഡ് ആയ പോയറ്റിക് വർക്ക് ദി ഷെപ്പേർഡ്സ് കലണ്ടർ എന്നുള്ള. ഇനി ഇവരെ പറ്റി പറയുകയാണെങ്കിൽ 1580 അയർലൻഡിലേക്ക് ഇംഗ്ലീഷ് പ്രോപ്പർട്ടി ഓൺ ദ ഓഫ് ദി റിബലസ് ഐലൻഡിൽ ഇംഗ്ലീഷ് പ്രോപ്പർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി അയക്കപ്പെടുകയും അങ്ങനെ എലിസബത്ത് ബോയിലെ ഫ്യൂച്ചർ വൈഫായിട്ട് വരുന്ന അവരെ കണ്ടുമുട്ടുകയും അവരെന്ത് ചെയ്യും പിന്നെ കല്യാണം കഴിയുന്നൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അമൊററ്റി എന്നുള്ള ഇവരുടെ സൊനറ്റിൽ ഇവർ അതൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ദി മാരേജ് ഇറ്റ്സെൽഫ് വാസ് സെലിബ്രേറ്റഡ് ഇൻ എപ്പിത്തലാമി എന്നുള്ള അതിൽ പിന്നെ ഇവരുടെ വേറെ വർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ പിന്നെ വളരെ വിശദമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് എപ്പിത്തലാമിയിലൊക്കെ. അതാ അമൊററ്റി ആൻഡ് എപ്പിത്തലാമി റിട്ടൺ നോട്ട് ലോങ് ബൈ എഡ്മണ്ട് സ്പെൻസർ പ്രിന്റഡ് ഫോർ വില്യം ഫോൺഫബി. 1580 അയർലൻഡിലേക്ക് പോകുന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. 1599 ലണ്ടനിലേക്ക് വരികയും അവിടെയാണ് 46-ാം വയസ്സിൽ മരിക്കുന്നത്. അവിടെയാണ് ബറി ചെയ്യപ്പെടുന്നതും വെസ്റ്റ്മിൻസ്റ്റർ അബേയിൽ. നേരത്തെ നമ്മൾ ഇവരെ പറ്റി പറഞ്ഞ പോലെ നമ്മളെ ചൗസറിനെ പറ്റി പറഞ്ഞ പോലെ ദർ ആർ വേർഡ്സ് ഓൺ ഹിസ് ടോംബിൽ ദി പ്രിൻസ് ഓഫ് പോയറ്റ്സ് എന്നുള്ള ഒരു പിന്നെ വാക്കും കൂടെ അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ടോംബിൽ. പോയറ്റ്സ് കോഫിൻസ് ഇൻ വെസ്റ്റ്മിൻസ്റ്റർ അബേ. പബ്ലിഷ്ഡ് പ്രധാനപ്പെട്ട വർക്കുകൾ, സ്പെൻസറിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് നേരത്തെ പറഞ്ഞ് 1579 പബ്ലിഷ് ചെയ്യപ്പെട്ട ഷെപ്പേർഡ്സ് കലണ്ടർ എന്നുള്ളയും പിന്നെ 1589 1596 ഇടയിലുണ്ടായ ഫെയറേക്യൂൻ എന്നുള്ളയും പിന്നെ എപ്പിത്തലാമിയൻ എന്നുള്ള 1595 പ്രോത്തലാമിയൻ എന്നുള്ള 1596 ഇതാണ് പ്രധാനപ്പെട്ട പബ്ലിഷ്ഡ് വർക്കുകൾ. ഇതിൽ ഫെയറേക്യൂൻ എന്നുള്ളത് ഒരു എപ്പിക് പോയാണ്. വലിയൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ടായ വലിയൊരു പോയായിരുന്നു. ഫസ്റ്റ് ഒരു 12 പുസ്തകമായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ 6 മാത്രമേ പബ്ലിഷ് ചെയ്തിരുന്നുള്ളൂ. ഇതിൽ ക്യാരക്ടേഴ്സ് ഹാവ് എ സ്പെസിഫിക് സിംബോളിക് മീനിങ് ഉണ്ടായിരുന്നു. സ്പെൻസേറിയൻ സ്റ്റാൻസ എന്നുള്ള പേരിൽ. പിന്നെ അമൊററ്റി നേരത്തെ പറഞ്ഞ ഒരു സെന്റൻസ് സൈക്കിൾ ആയിരുന്നു. ഡിസ്ക്രൈബ്സ് ഓതേഴ്സ് ഇവരോടായിട്ടുള്ള സ്നേഹമാരെ എലിസബത്ത് ബോയിലെ പിന്നീട് കല്യാണം കഴിയുന്ന എലിസബത്ത് ബോയിലായിട്ടുള്ള ആ ഒരു ലവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അവർ കല്യാണം കഴിയുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ. പിന്നെ ഇത് 1595 ലണ്ടനിലാണ് പബ്ലിഷ് ചെയ്തത്. പെട്രാർക്കൻ ട്രഡീഷനാണ് ഇതിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇത്രയാണ് ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ സ്പെൻസറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ റിനൈസൻസ് ഏജിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ തന്നത്, സമ്മറിയാണ് തന്നത്. ഷേക്സ്പിയറിനെ പറ്റി പിന്നെ വിശദമായി കൊണ്ട് പറയേണ്ടി വരും. അതുപോലെ മറ്റു ആളുകൾ പിന്നെ ആ കാലത്തുണ്ടായ കവികൾ, ദി ഗ്രേറ്റ് പോയറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോകൾ നമുക്ക് പറയാൻ വേണ്ടി പറയേണ്ടി വരും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഏതായാലും ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഒരു ഷോർട്ട് സമ്മറി മാത്രമാണ് ഈ വിഷയത്തിൽ തന്നത്. റിനൈസൻസ് ഏജിൽ ഒരുപാട് നല്ല പോയറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു റിഫോം ഇതിലാണ് പിന്നെ ഈ ഒരു ഏജിന്, ഈ ഒരു റിനൈസൻസ് ഏജിനെ കാണപ്പെടുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിഫോം ഏജ് ആയിക്കൊണ്ടാണ് കാണപ്പെടുന്നത്, പിന്നെ അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇഗ്നോന്റെ MEG01 ബ്രിട്ടീഷ് പോയട്രിയിലുള്ള 2 ബ്ലോക്കുകളാണ് ഇപ്പോൾ ഇതിൽ ചെറിയ രൂപത്തിൽ അവതരിപ്പിച്ചത്. അതിൽ നമ്മൾ ചെറിയൊരു വേണമെങ്കിൽ ഒരു ഷോർട്ടായിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് പോയട്രിയുള്ള ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളത് ഓറിയന്റേഷൻസ് ഫോർ ദി സ്റ്റഡി ഓഫ് പോയട്രി ആൻഡ് ദി മിഡീവൽ പോയറ്റ് ചോസറിനെ പറ്റി, പിന്നെ പോയട്രിയെ പറ്റിയിട്ടുള്ള ഒരു പഠനവും അതുപോലെ തന്നെ മിഡീവൽ പോയറ്റായ ചോസറിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചതും. പിന്നെ നമ്മളെ ബ്ലോക്ക് 1-ലുള്ളത് ഇഗ്നോന്റെ സിലബസിൽ MEG01 സിലബസിലുള്ള പോയട്രിയിലുള്ള ബ്രിട്ടീഷ് പോയട്രിയിലുള്ള 10 ബ്ലോക്കുകളിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നത് മിഡീവൽ പോയറ്റ് ചോസറിനെ പറ്റിയിട്ടും അവരുടെ ആ സമയത്തുണ്ടായ പോയട്രിയെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ്. അതായത് അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പറയുന്നത് ഫ്രം ദി ഇവാലുവേഷൻ ഓഫ് പോർട്രേറ്റ്സ് ടുവാർഡ്സ് എക്സ്പ്ലിക്കേഷൻ ഓഫ് പോയംസ്. അതിൽ 2 പോർട്രേറ്റുകളെ പറ്റി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2 പോർട്രേറ്റുകൾ പിന്നെ കവർ പേജ്, ഫസ്റ്റ് കവർ പേജിലും അതുപോലെ മൂന്നാമത്തെ കവർ പേജിലും കൊടുത്ത 2 പോർട്രേറ്റുകൾ. ഒന്നൊരു വുമൺ ലേഡി പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം, ഒരു ക്രിറ്റിസിസം ഒക്കെ അതിൽ തരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കവർ പേജിലുള്ള ഒരു ഷെപ്പേർഡിന്റെ ഒരു ഫോട്ടോയും കൂടെ അതിലുണ്ട്. അപ്പോൾ ആ ഫോട്ടോത്തെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ഒക്കെ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ പ്രിലോഡ് ടു ദി സ്റ്റഡി ഓഫ് പോയട്രിനെ പറ്റിയിട്ടുള്ള ഒരു ആമുഖ പഠനം. അതിൽ പ്രധാനമായിട്ടും റെട്ടറിക്കും അതും പ്രസോഡിയും ഒക്കെ അതിൽ വരുന്നുണ്ട്. അയാംബിക്, അതുപോലെ തന്നെ ട്രോക്കാക്, അനാപെസ്റ്റ്, ഡാക്റ്റിക്, അങ്ങനെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രസോഡിയില് വേഴ്സിഫിക്കേഷൻ, നമ്മളെ പദ്യ രചന ശാസ്ത്രം ഇതുണ്ടല്ലോ, പദ്യം എങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട, അതിലുള്ള പ്രാസം, താളം, ലയം, അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ചെറിയൊരു വിശദീകരണം. അതാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. മൂന്നാമത്തേതിലാണ് നമ്മളിപ്പോൾ നമ്മൾ അവതരിപ്പിച്ച ഈ വീഡിയോയിലുള്ള ചോസറിന്റെ കാലഘട്ടം വരുന്നതും ചോസറിന്റെ പോയട്രി എങ്ങനെയാന്നുള്ള ജനറൽ സർവേ നടത്തുന്നു. അതിൽ നമ്മൾ പറഞ്ഞ റോമൻ ഡിലെ റോസ് എന്നുള്ള ഫ്രഞ്ച് പീരീഡിൽ അവരെഴുതിയ ദി ബുക്ക് ഓഫ് ദി ടച്ചസ് എന്നുള്ളതും ദി ഹൗസ് ഓഫ് ഫെയിം എന്നുള്ള അങ്ങനെയുള്ള വർക്കുകൾ, പിന്നെ പാർലമെന്റ് ഓഫ് ഫോൾസ്, പ്രൊലോഗ് ടു ദി ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, ദി നൺസ് പ്രീസ്റ്റ് സ്റ്റൈലും, ട്രോലസ് ആൻഡ് ക്രൈസൈഡും, അതുപോലെ കാൻഡർബറി ടൈൽസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വർക്കുകളെ പറ്റിയിട്ടൊക്കെ ഒരു ജനറൽ സർവേ ആയി നടത്തുന്നുണ്ട്. പിന്നെ വളരെ വിശദമായിക്കൊണ്ട് തന്നെ യൂണിറ്റ് 5 ജനറൽ പ്രൊലോഗ് ടു ദി കാൻഡർബറി ടൈൽസിന്റെ ജനറൽ പ്രൊലോഗും അതിൽ അവതരിപ്പിക്കുന്നുണ്ട് 5ാമത്തെ യൂണിറ്റിൽ. അത് നമ്മൾ ഈ വീഡിയോയിൽ ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് നോൺ പ്രീസ്റ്റഡ് സ്റ്റൈലിന്റെ സെക്കൻഡ്, അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 1ാമത്തെ ബ്ലോക്കിൽ പറയുന്നതെങ്കിൽ 2ാമത്തെ ബ്ലോക്കിലും അത്തരത്തിൽ റിനൈസൻസ് പോയറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അണ്ടർടേക്കിംഗ് എ സ്റ്റഡി ഓഫ്, പ്രധാനമായിട്ടും സ്പെൻസറിനെ പറ്റിയിട്ട്. റിനൈസൻസ് ഏജിനെ പറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ. റിനൈസൻസ് ഏജിലുണ്ടായ പിന്നെ പ്രധാനപ്പെട്ട കവികൾ, ഷേക്സ്പിയറിനെ പോലുള്ള റൈറ്റേഴ്സ്, മറ്റു ആളുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇതിൽ അവതരിപ്പിച്ചു. ആ റിനൈസൻസ് ഏജിലുണ്ടായ പ്രധാനപ്പെട്ട റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, അതൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും അവതരിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും 2ാമത്തെ യൂണിറ്റ് 9 പറഞ്ഞ എഡ്മണ്ട് സ്പെൻസറിനെ പറ്റിയിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചെറിയൊരു ലൈഫ്, ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. പിന്നെ അവരുടെ പോയട്രി അമൃറ്റി സെനറ്റും അതുപോലെ തന്നെ സോനറ്റും, അതിൽ തന്നെ 34, 67, 77 ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിക്കൊണ്ട് പിന്നെ ഏതായാലും
ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ചെറിയ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എപ്പിത്തലാമിയനും പ്രൊത്തലാമിയനും പറ്റിയിട്ടൊക്കെയുള്ള അവരുടെ സ്പെൻസറിന്റെ പ്രധാനപ്പെട്ട പോയട്രി. ഇതാണ് പിന്നെ ബ്രിട്ടീഷ് പോയട്രിയിലുള്ള ഫസ്റ്റ് 2 ബ്ലോക്കിലുള്ള അതിൻ്റെ ഒരു വീഡിയോ ചെറിയ രൂപത്തിൽ വേറൊരു തലത്തിലാണെങ്കിൽ പോലും അതിൻ്റെ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയിലേക്ക് നമ്മൾ പോയിട്ടില്ല. മറിച്ച് പിന്നെ ഒരു മൊത്തത്തിലുള്ളൊരു സമ്മറി അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ 3ാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ മെറ്റാഫിസിക്കൽ പോയിറ്റിൻ്റെ ഡോണെ, ഹെർബർട്ട്, മാർവല് അവരൊക്കെ ഒരു മെറ്റാഫിസിക്കൽ പോയിറ്റിലേക്കാണ് പോകുന്നത്. റിനൈസൻസ് കാലം കഴിഞ്ഞിട്ടുള്ള 17ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴുള്ള കാലത്തിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. അതിൽ പിന്നെ പ്രധാനമായിട്ടും ജോൺ ഡോണിനെ പറ്റിയിട്ട് പറയപ്പെടും, ജോർജ് ഹെർബർട്ടിനെ പറ്റി, ആൻഡ്രൂ മാർവലിൻ്റെ ഇവരുടെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെയാണ് അതിൽ വരാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ റിനൈസൻസ് പോയിറ്റിൽ തന്നെ ബാക്കിയുള്ളവർ മിൽട്ടനെ പറ്റിയിട്ടുള്ള പഠനം, ദി ലൈറ്റ് റിനൈസൻസ് ആട്ടോ ഉദ്ദേശിച്ചത്. അതിലുള്ള മിൽട്ടനെ പറ്റി അവരുടെ ജീവിതം, അതുപോലെ മിൽട്ടൻ്റെ കവിതകൾ, പോയംസും പ്രോസുകളും, അതിൽ പ്രധാനമായിട്ടുള്ള ഓൺ ദി ഡെത്ത് ഓഫ് ആൻ ഇൻഫാൻറ്റും അതുപോലെ തന്നെ എ വെക്കേഷൻ എക്സൈസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വർക്കുകളും അതൊക്കെയാണ് 4ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 5ാമത്തിലേക്ക് വരുമ്പോൾ ന്യൂ ക്ലാസിക്കൽ പോയറ്റിലേക്ക് വരും. അതായത് പിന്നെ ഡ്രൈഡൻ കാലത്തുള്ളത്. പിന്നെ അടുത്ത ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി വന്ന് റൊമാൻറ്റിക് പോയറ്റിലേക്കാണ് പിന്നെ റൊമാൻറ്റിക് പോയറ്റുകളായ ജോസഫ് വാർട്ടൺ, വില്യം കോളിങ്സ്, തോമസ് ഗ്രേ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയറ്റുകളെ പറ്റിയിട്ടുള്ള ജോൺ കേറ്റ്സ്, അത് ഷെല്ലി ഇവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേർഡ്സ്വർത്തിൻ്റെ ദി പ്രിലൂഡ് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ഇനി നമ്മൾ 6ാമത്തെ ബ്ലോക്കിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇഗ്നോൻ്റെ MAGൻ്റെ സിലബസിലുള്ള കേട്ടോ പറയുന്നത്. ബ്ലോക്ക് 7ലേക്ക് വരുമ്പോഴാണ് ദിസ് 2nd ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റിന് ഷെല്ലിയും കേറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ള പിന്നെ ഒന്നുകൂടി വിശദമായിട്ടുള്ള പഠനത്തിലേക്ക് പോകുന്നത്, റൊമാൻറ്റിക് ഏജിനെ ഒന്നുകൂടി റിവ്യൂ ചെയ്യുന്നതും. പിന്നെ വിക്ടോറിയൻ പോയറ്റ്സിലേക്കാണ് 8ാമത്തെ ബ്ലോക്കിൽ പോകുന്നത്. വിക്ടോറിയൻ പോയറ്റ്സിൽ റോബർട്ട് ബ്രൗണിങ്ങിനെ, ഓസ്കാർ വിൽഡിനെ പോലുള്ള ആളുകൾ. പിന്നെ ലാസ്റ്റ് ബ്ലോക്ക് 9ൽ മോഡേണിസ്റ്റ് പോയറ്റിനെ പറ്റിയിട്ടാണ് ബ്ലോക്ക് 9ൽ പറയുന്നത്. മോഡേൺ ബ്രിട്ടീഷ് പോയട്രിയിലേക്ക് എത്തോട്ടോ നമ്മൾ തുടങ്ങിയത് പിന്നെ ചൗസറിൻ്റെ കാലത്തുള്ള ആ ഒരു മിഡീവൽ ഇതിലുള്ള പിന്നെ പോയട്രിൻ്റെ അല്ലെങ്കിൽ വർക്കുകളുടെ ഇത് മുതൽ നമ്മൾ തുടങ്ങിയിട്ട് റിനൈസൻസിലൂടെ കടന്നു വന്ന് റൊമാൻറ്റിക് അതുപോലെ തന്നെ ലൈറ്റ് റിനൈസൻസിലുള്ള ബ്രിട്ടീഷ് പോയട്രിയെ പറ്റിയിട്ട് അതിന് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ വിക്ടോറിയൻ പോയറ്റിനെ പറ്റിയിട്ടും ലാസ്റ്റ് മോഡേണിസ്റ്റ് പോയറ്റും അതിൽ തന്നെ അതിൻ്റെ തന്നെ 2 ഭാഗമായിട്ട് ബ്ലോക്ക് 10 ഒന്നുകൂടി മോഡേണിസ്റ്റിൻ്റെ ആളുകളെയും പറയുന്നുണ്ട്. പിന്നെ പോസ്റ്റ് മോഡേണിസ്റ്റ് പോയറ്റുകളായ ഡൈലൻ തോമസിന്, ഫിലിപ്പ് ലാർക്കിനെ പറ്റിയിട്ടുള്ളൊക്കെയുള്ള അവരുടെ പിന്നെ സിമ്പോസിയം അതുപോലെ എസ്സേകൾ, എവാലുവേഷനൊക്കെയാണ് ലാസ്റ്റത്തെ ബ്ലോക്കിൽ വരുന്നത്. ഇത്തരത്തിലുള്ളതാണ് നമ്മളെ ബ്രിട്ടീഷ് പോയട്രിയുടെ പ്രധാനപ്പെട്ട സിലബസ്. 10 ബ്ലോക്കുകളിലായിട്ട് ഓരോ ബ്ലോക്കിലും വ്യത്യസ്തങ്ങളായ യൂണിറ്റുകളായിട്ട് മൊത്തത്തിലൊരു 47ഓളം യൂണിറ്റുകളായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് പോയട്രിയാണ്. അല്ലെ നമ്മൾ 48 അല്ല 52ഓളം വരുന്ന യൂണിറ്റുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന ബ്രിട്ടീഷ് പോയട്രിയെ പറ്റിയിട്ടാണ്. ഇതാണ് MEG 01 ഇഗ്നോൻ്റെ സിലബസ് എങ്കിൽ MEG 2 ബ്രിട്ടീഷ് ഡ്രാമയിൽ ഷേക്സ്പിയറൊക്കെ അതിലാണ് കടന്നു വരുന്നത്. ഷേക്സ്പിയറിൻ്റെ ഡ്രാമയൊക്കെ കടന്നു വരുന്നത് അതിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഷേക്സ്പിയറിനെ പറ്റി നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. ഷേക്സ്പിയറിൻ്റെ ഡ്രാമനെ പറ്റിയിട്ട് നമ്മൾ റിനൈസൻസ് പീരീഡിൽ പ്രധാനപ്പെട്ട ഒരു ഇതായിക്കൊണ്ട് നമ്മൾ ഹാംലെറ്റിനെ പറ്റി, മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിനെ പറ്റിയിട്ടൊക്കെ ചെറിയ രൂപത്തിൽ അവിടെ കൊടുത്തിരുന്നെങ്കിൽ പോലും അതിൻ്റെ വിശദമായിക്കൊണ്ടുള്ള പഠനങ്ങൾ ബ്രിട്ടീഷ് ഡ്രാമ എന്നുള്ള ഓരോ ബ്ലോക്കുകളായിക്കൊണ്ട് 9 ബ്ലോക്കുകളായിക്കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഓരോരാളെ പറ്റിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളെ പറ്റിയിട്ടൊക്കെ. പിന്നെയാണ് ബ്രിട്ടീഷ് നോവലും അതുപോലുള്ള ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. അങ്ങനെയുള്ള ഇഗ്നോയുമായി ബന്ധപ്പെട്ട് ഇഗ്നോൻ്റെ
MA ഇംഗ്ലീഷ് MA സിലബസിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ഓരോരോ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള പഠനത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും മൊത്തത്തിലുള്ള ഒരു സമ്മറിയാണ് നമ്മൾ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് 2 ബ്ലോക്കിലുള്ള പ്രധാനമായിട്ടും മിഡീവൽ പോയറ്റായ ചൗസറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തേതിൽ സ്പെൻസറിനെ പറ്റിയിട്ട് എഡ്മണ്ട് സ്പെൻസറിനെ പറ്റി പറയുമ്പോൾ ആ കാലത്തുണ്ടായ റിനൈസൻസ് പോയറ്റുകളെ പറ്റിയിട്ടൊക്കെ പറയേണ്ടി വരും. റിനൈസൻസ് പോയറ്റ് മാത്രമല്ല നമ്മൾ അവതരിപ്പിച്ചത്. അതിലിപ്പം നമ്മളെ വീഡിയോയിൽ ഡ്രാമറ്റിസ്റ്റായ ഷേക്സ്പിയറിനെ പറ്റിയിട്ടൊക്കെ ചെറിയ രൂപത്തിലും കൂടുതലായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചെറിയൊരു വിവരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സിലബസ് പോകുന്നത്. ഇനി അടുത്ത വീഡിയോകളിൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റാഫിസിക്കൽ പോയറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ റിനൈസൻസ് പോയറ്റ്, ബാക്കിയുള്ള ലേറ്റർ റിനൈസൻസിലുള്ള മിൽട്ടനെ പറ്റിയിട്ടൊക്കെ ഉള്ള പഠനങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോകളിലേക്ക് പോകാം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റു നമ്മുടെ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് തന്നെയുള്ളൊരു വീഡിയോ ഉണ്ട്, 2 മണിക്കൂറോളം നീണ്ടുന്നൊരു വീഡിയോ ഉണ്ട്. അത് പിന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിൽ ഓരോ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൻ്റെ മാത്രമാണ് കൊടുത്തത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലുള്ള ബ്രിട്ടീഷ് പോയട്രിയെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷനൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓരോ സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെ ഇഗ്നോൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ പുസ്തകം ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ് അതിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ എവറി വൺ ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക്സ്.